വയനാട് ദുരന്തം സമൂഹം ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങി അതിനെ അതിജീവിക്കാൻ സാധിച്ചു. ദുരന്തത്തിന് ഇരയായവരെ മാതൃകാപരമായി പുനരധിവസിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചിട്ടുണ്ട്. മികച്ച പിന്തുണ പൊതുസമൂഹത്തിന്റെ ഭാഗത്തുനിന്നും ലഭിച്ചതുകൊണ്ട് ലോകോത്തരമായ ഒരു പുനരധിവാസം ലക്ഷ്യമിടുന്നുണ്ടെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. ഉരുൾപൊട്ടൽ ഉണ്ടായ സ്ഥലം വാസയോഗ്യമല്ല, പുതിയ സ്ഥലം കണ്ടെത്തണം, കേന്ദ്ര സഹായം പ്രതീക്ഷിക്കുന്നുവെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. പ്രകൃതി ദുരന്തവുമായി ബന്ധപ്പെട്ട മുന്നറിയിപ്പുകൾ കൃത്യമായി ഉണ്ടാകുന്നില്ല, അതൊരു വീഴ്ച തന്നെയാണ്. ദേശീയ ഏജൻസികൾ കൂടുതൽ കൃത്യതയോടെ അതിന്റെ കാര്യത്തിൽ തീരുമാനങ്ങൾ ഉണ്ടാക്കേണ്ടതാണ്. സംസ്ഥാനമെന്ന നിലയ്ക്ക് കേരളവും പുതിയ ശ്രമങ്ങൾ നടത്തണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അഴിമതി കുറഞ്ഞ സംസ്ഥാനമാണ് കേരളം. എന്നാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥർ ആ മാതൃക സ്വീകരിക്കുന്നുണ്ടോ എന്നതിൽ സംശയമുണ്ട്. തദ്ദേശ സ്ഥാപനങ്ങളിലെ അഴിമതി ഇല്ലാതാക്കണം. ജനങ്ങളെ സേവിക്കാനാണ് സർക്കാർ സ്ഥാപനങ്ങൾ ശ്രമിക്കേണ്ടത്, ബുദ്ധിമുട്ടിപ്പിക്കാനാകരുത്. ജനങ്ങൾ ഉദ്യോഗസ്ഥരുടെ മുന്നിൽ ഓച്ചാനിച്ച് നിൽക്കേണ്ടതില്ല. കാലം കുറെ കടന്നുപോയി. ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതിൽ ഒരു കാലതാമസവും ഉണ്ടാക്കരുതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ദുരന്തത്തിൽ മരണപ്പെട്ടവരുടെ മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും കണ്ടെത്തുന്നതിനായി നിലമ്പൂരിലെ ഉൾവനത്തിൽ നടക്കുന്ന തിരച്ചിലിന് സന്നദ്ധ പ്രവർത്തകർ ഒറ്റയ്ക്ക് പോകരുതെന്ന് മന്ത്രി കെ രാജൻ പറഞ്ഞു. ഉൾവനത്തിൽ ഒറ്റയ്ക്ക് പോകുന്നത് അപകടങ്ങൾ ഉണ്ടാകുന്നതിൽ സാധ്യതയുള്ളതിനാലാണ് ഈ നിയന്ത്രണം. ഉൾവനത്തിലെ ഏതാനും ഭാഗങ്ങളിൽ തിരച്ചിൽ വേണമെന്നുണ്ടെങ്കിൽ അക്കാര്യം ജില്ലാ ഭരണകൂടത്തെ അറിയിക്കണം. തുടർന്ന് ദൗത്യസേന അംഗങ്ങളുടെ അകമ്പടിയോടെ ഇവിടങ്ങളിൽ തിരച്ചിൽ നടത്താം. ഉദ്യോഗസ്ഥരെ അറിയിക്കാതെ രക്ഷാപ്രവർത്തനത്തിന് പോയ സന്നദ്ധ പ്രവർത്തകർ ഉൾവനത്തിൽ വഴിയറിയാതെ കുടുങ്ങിയ സംഭവം ഉണ്ടായിട്ടുണ്ട്. മൊബൈൽ ഫോണിന് സിഗ്നൽ പോലുമില്ലാതെ ഉൾവനത്തിൽ അകപ്പെട്ടാൽ പുറം ലോകം അറിയണമെന്നില്ല. എയർ ലിഫ്റ്റിംഗ് പോലും അസാധ്യമായേക്കും. കൂടാതെ ആഗസ്റ്റ് 30 വരെ മഴ കനക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. രക്ഷാപ്രവർത്തനത്തിനും തിരച്ചിലിനും സന്നദ്ധ പ്രവർത്തകർ കാണിക്കുന്ന താൽപര്യവും പിന്തുണയും അഭിനന്ദനാർഹമാണ്. 5403 സന്നദ്ധ പ്രവർത്തകർ ഇതുവരെ രക്ഷാപ്രവർത്തനത്തിലും തിരച്ചിലിനും പങ്കാളിയായി എന്നത് അഭിമാനകരമാണെന്നും മന്ത്രി അറിയിച്ചു. വയനാട് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ രേഖകൾ നഷ്ടപ്പെട്ടവർക്കായി പ്രത്യേക അദാലത്ത് നടന്നിരുന്നു. വിവിധ സർക്കാർ വകുപ്പുകളുടെ 12 കൗണ്ടറുകൾ അദാലത്തുണ്ടായിരുന്നു. അതേസമയം ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട വിവിധ ഹർജികൾ ഹൈക്കോടതി പരിഗണിക്കുന്നുണ്ട്. ജസ്റ്റിസ് ജയശങ്കർ നമ്പ്യാർ, ജസ്റ്റിസ് VA ശ്യാംകുമാർ അടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചാണ് കേസ് പരിഗണിക്കുന്നത്. ഇരയായവർക്കും കുടുംബത്തിനും നഷ്ടപരിഹാരം നൽകണമെന്നതടക്കമുള്ള ഹർജിയാണ് കോടതി പരിഗണിക്കുക. വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ കേരള ഹൈക്കോടതി സ്വമേധയാ കേസെടുത്തു. ചൂരൽമല, മുണ്ടക്കൈ, പുഞ്ചിരിമട്ടം എന്നിവിടങ്ങളിലുണ്ടായ ഉരുൾപൊട്ടലിൽ 400-ലധികം പേർ മരിക്കുകയും 200 പേരെ കാണാതാവുകയും ചെയ്ത സാഹചര്യത്തിൽ ദുരന്തത്തിൽപ്പെട്ടവരുടെ ആശ്രിതർക്ക് അർഹമായ ആനുകൂല്യവും കാലതാമസം കൂടാതെ ലഭിക്കുന്നതിന് നടപടിക്രമങ്ങളിൽ ഇളവ് വരുത്തി സർക്കാർ ഉത്തരവിറക്കിയിട്ടുമുണ്ട്. ഉരുൾപൊട്ടലിൽ മരണമടഞ്ഞവരുടെ ആശ്രിതർക്ക് അർഹമായ എക്സ്ഗ്രേഷൻ ഉൾപ്പെടെയുള്ള എല്ലാ ആനുകൂല്യങ്ങളും ലഭിക്കുന്നതാണ്. കോവിഡ് ദുരന്തത്തിലെ ആശ്രിതർക്ക് നൽകിയതിന് സമാനമായ അടുത്ത ബന്ധുവിനെ അനന്തരാവകാശിയായി കണക്കാക്കി ആനുകൂല്യം നൽകുന്നതിന് ദുരന്ത നിവാരണ ആക്ടിലെ 19-ാം വകുപ്പ് അനുസരിച്ച് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റികളുടെ അധികാരം ഉപയോഗിച്ചാണ് സർക്കാർ ഉത്തരവിറക്കിയത്. മരിച്ചവരുടെ കുടുംബാംഗങ്ങളില്ലെങ്കിൽ അടുത്ത ബന്ധുക്കൾക്കും ധനസഹായം നൽകും. ഇതിനായി പിന്തുടർച്ച അവകാശ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. കാണാതായ വ്യക്തികളുടെ ആശ്രിതർക്കും സാമ്പത്തിക സഹായം ഉണ്ടാകും. ഉരുൾപൊട്ടലിൽ കണ്ണുകൾ, കൈകാലുകൾ എന്നിവ നഷ്ടപ്പെട്ടവർക്കും 60% അധികം വൈകല്യം ബാധിച്ചവർക്കും 75,000 രൂപ നൽകും. 40 മുതൽ 60% വരെ വൈകല്യം ബാധിച്ചവർക്ക് 50,000 രൂപയും CMDRF-ൽ നിന്നും അനുവദിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ദുരിതാശ്വാസ ക്യാമ്പിൽ താമസിക്കുന്ന കുടുംബത്തിന് പ്രതിമാസം 6,000 രൂപ വാടക ഇനത്തിൽ നൽകുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ബന്ധുവീടുകളിലേക്ക് മാറുന്നവർക്ക് വാടക തുക ലഭിക്കും. സൗജന്യ താമസമൊരുക്കാനാണ് സർക്കാർ ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. സർക്കാർ ഉടമസ്ഥതയിലോ മറ്റു പൊതു ഉടമസ്ഥതയിലോ സ്വകാര്യ വ്യക്തികൾ സൗജന്യമായി നൽകുന്ന ഇടങ്ങളിലേക്കോ മാറുന്ന കുടുംബങ്ങൾക്ക് പ്രതിമാസ വാടക ലഭിക്കുകയില്ല. 2018 സമാനമായി വിവിധ രേഖകൾ നഷ്ടപ്പെട്ടവർക്ക് യൂണിവേഴ്സിറ്റികൾ, സർക്കാർ സ്ഥാപനങ്ങൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, ബോർഡുകൾ, കോർപ്പറേഷൻ, കമ്മീഷനുകൾ, ഡയറക്ടറേറ്റുകൾ തുടങ്ങിയ സ്ഥാപനങ്ങളിൽ നിന്നും ഡ്യൂപ്ലിക്കേറ്റ് അല്ലെങ്കിൽ പുതിയ രേഖകൾ നൽകുമ്പോൾ യാതൊരുവിധ ഫീസും ഈടാക്കാൻ പാടുള്ളതല്ല എന്നും ഉത്തരവ് നൽകിയിട്ടുണ്ട്. എന്തൊക്കെയാണെങ്കിലും വയനാടിന് വേണ്ടി സർക്കാർ വലിയ കാര്യങ്ങളാണ് ചെയ്തിരിക്കുന്നത്. ഇത് കൃത്യമായ കൈകളിൽ എത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നിരവധി ആനുകൂല്യങ്ങളും പുതിയ സംവിധാനങ്ങളും വയനാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി ഒരുക്കിയ സർക്കാർ അഭിനന്ദനങ്ങൾ അർഹിക്കുന്നുണ്ട്. പക്ഷേ വയനാടിന്റെ അതിജീവനത്തിന് വേണ്ടി പരിശ്രമിക്കുന്ന നമ്മൾ ഓരോരുത്തരും വയനാട്ടിലെ ആളുകളുടെ ഒപ്പം തന്നെ നിൽക്കണം. പുതിയ ജീവനും ജീവിതവും അവർ തിരിച്ചു പിടിക്കുകയാണ്. അവർക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്നതും നമ്മൾ ചെയ്യേണ്ടതാണ്. അത് നമ്മൾ ചെയ്യുക തന്നെ ചെയ്യും. കാരണം നമ്മൾ മലയാളികളാണ്. വയനാട്ടിലെ എല്ലാ നഷ്ടവരെ ചേർത്ത് പിടിക്കാനും അവരെ ഒപ്പം നിർത്താനും നമ്മളെ കൊണ്ടാകും. അത് നമ്മൾ ചെയ്യും.